അൽ ജസീറയെ ബാൻ ചെയ്തത് കേട്ടു. ഇന്ത്യ എന്നാണ് ആ പാഠം പഠിക്കുക? ഏഷ്യാനെറ്റ്, മീഡിയ വൺ, റിപ്പോർട്ടർ, കേരളത്തിലെ 90% ചാനലുകളും കള്ളം പ്രചരിപ്പിക്കുമ്പോൾ നടപടിയെടുക്കാതെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നവരെ പാകിസ്ഥാൻ ചെയ്തത് കണ്ടു പഠിക്കും. പാകിസ്ഥാനിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങളും തിരഞ്ഞെടുപ്പിലെ കുറഞ്ഞ വോട്ടിംഗ് ശതമാനവും സൈന്യത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലും ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നതിന്റെ പേരിൽ ഖത്തർ ആസ്ഥാനമായുള്ള അൽ ജസീറയുടെ വെബ്സൈറ്റും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും പാകിസ്ഥാൻ ബ്ലോക്ക് ചെയ്തു. കാരണം എന്താണ്? പാകിസ്ഥാൻ ഇൻഫർമേഷൻ മിനിസ്റ്റർ പറയുന്നത് അൽ ജസീറ യെല്ലോ ജേർണലിസം നടത്തി, സെലക്ടീവ് റിപ്പോർട്ടിംഗ് നടത്തിയെന്നാണ്. മിസ്റ്റർ അശ്വിനി വൈഷ്ണവ് എന്ന മന്ത്രി കണ്ടുപഠിക്കും. ചിന്തിച്ചു നോക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ ഫാക്ടറിയായ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 150-ന് താഴെ റാങ്കുള്ള പാകിസ്ഥാന് പോലും തങ്ങളുടെ രാജ്യത്തിനെതിരെ വാർത്ത കൊടുത്താൽ ചാനൽ കൂട്ടാൻ 2 സെക്കൻഡ് മതി. എന്നാൽ ഇന്ത്യയിലോ? ഇവിടെ കഥ മറിച്ചാണ് കേട്ടോ. മീഡിയ വൺ, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള ചാനലുകൾ വർഷങ്ങളായി ചെയ്യുന്നത് എന്താണ്? 1. CAA സമരം. പൗരത്വ നിയമത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി മുസ്ലിങ്ങളെ പുറത്താക്കും എന്ന വ്യാജ പ്രചരണം നടത്തി ഷഹീൻ ബാഗ് മോഡൽ സമരങ്ങൾക്ക് തിരികൊളുത്തിയത് ആരാണ്? 2. കർഷക സമരം. കർഷകരുടെ പേരിൽ രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയിൽ ഖലിസ്ഥാൻ കൊടി കെട്ടാൻ കൂട്ടുനിന്നതിന്റെ ദൃശ്യങ്ങൾ ആരാണ് ഗ്ലോറിഫൈ ചെയ്തത്? 3. PFI ഹർത്താൽ കവറേജ്. കേരളത്തിൽ നടന്ന ഹർത്താലുകളെ ജനകീയ സമരമാക്കി മാറ്റിയതും PFI നിരോധനത്തെ പോലും മനുഷ്യാവകാശ പ്രശ്നമാക്കി മാറ്റിയതും ഇവർ തന്നെ. 4. പാറ്റകളുടെ സമരം. ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇന്ത്യക്കെതിരെ അപവാദ പ്രചരണം അഴിച്ചുവിട്ട ഇവർ പ്രധാനമന്ത്രിയുടെ സ്വർഗീയ അമ്മയെ വരെ ഒരു പെൺകുട്ടി വിളിച്ചത് ലൈവ് കാണിച്ചില്ലേ? എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ? ഇത് വെറും മാധ്യമ പ്രവർത്തനമല്ല, ഒരു അജണ്ടയാണ്. 1. ഫണ്ടിംഗ് റൂട്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗത്ത് പീസ് ആണ് മീഡിയ വൺ എന്ന പരസ്യമായ രഹസ്യമാണ്. അവരുടെ ലക്ഷ്യം വാർത്തയല്ല, ഒരു പ്രത്യേക വോട്ട് ബാങ്കിനെ ഭയപ്പെടുത്തി നിർത്തുക എന്നതാണ്. 2. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ TRP ഹിന്ദു വിരുദ്ധത. BJP വിരുദ്ധത പറഞ്ഞാൽ കേരളത്തിൽ സെക്കുലർ പരിവേഷം കിട്ടും, അവാർഡ് കിട്ടുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഏത് നല്ല കാര്യത്തെയും സംഘപരിവാർ അജണ്ട എന്ന് മുദ്ര കുത്തും. 3. സമരക്കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി. ഇവർ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല, സമരം ഉണ്ടാക്കുകയാണ്. ഒരു ചെറിയ പ്രതിഷേധത്തെ പോലും 24 മണിക്കൂർ ലൈവ് കൊടുത്ത് കത്തിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നത് ഇവരുടെ രീതിയാണ്. കോൺഗ്രസ് കാലത്ത് നടന്ന പത്രനിരോധനം ഇവർ മറക്കുന്ന ചരിത്രം. ഇന്ന് മോദിയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നവർ ഈ ചരിത്രം ഓർക്കണം. 1975 അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധി ഒരു രാത്രി കൊണ്ട് എല്ലാ പത്രങ്ങളുടെയും കറന്റ് കട്ട് ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ്, സ്റ്റേറ്റ്സ്മാൻ അടക്കം 253 പത്രപ്രവർത്തകരെ ജയിലിൽ അടച്ചു. സെൻസർഷിപ്പ് ഇല്ലാതെ ഒരു വരി പോലും അച്ചടിക്കാൻ പറ്റില്ലായിരുന്നു. 1988 രാജീവ് ഗാന്ധി മാധ്യമങ്ങളുടെ വായടപ്പിക്കാൻ മാനനഷ്ട ബിൽ കൊണ്ടുവന്നു. രാജ്യം മുഴുവൻ പത്രങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ പിൻവലിക്കേണ്ടി വന്നു. 2012-14 കാലഘട്ടത്തിൽ UPA കാലത്ത് 300-ലധികം തവണ സോഷ്യൽ മീഡിയ പേജുകൾ, ട്വിറ്റർ ഹാൻഡിലുകൾ ബ്ലോക്ക് ചെയ്തു. ഇന്ന് അതേ മാധ്യമങ്ങൾ നാവിറക്കി വെച്ചിരിക്കുകയായിരുന്നു. ചുമ്മാതാണോ BJPക്ക് തിരിച്ചടി നേരിട്ടത്? അല്ല, BJPക്ക് തിരിച്ചടി നേരിട്ടതിന്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്. BJP കരുതി പാകിസ്ഥാനെ പോലെ ആയുധം കൊണ്ട് മാത്രമല്ല സത്യം കൊണ്ട് നേരിട്ടാൽ മതിയെന്ന്. അവർ മാധ്യമങ്ങളെ നിയന്ത്രിച്ചില്ല, വിട്ടേക്കുക എന്ന് കരുതി. പക്ഷേ ശത്രുവിന് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ നിങ്ങളുടെ വീടിന് തീയിടും. പാകിസ്ഥാന് മനസ്സിലായ ആ ഗെയിം ഇന്ത്യക്ക് ഇതുവരെ മനസ്സിലായില്ല. ഒരു രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയേക്കാൾ വലുതല്ല ഒരു ചാനലിന്റെ TRP. അൽ ജസീറയെ ബാൻ ചെയ്ത പാകിസ്ഥാന്റെ നടപടി ക്രൂരമാണ്. പക്ഷെ അതിലൊരു സന്ദേശമുണ്ട്. ഞങ്ങൾ രാജ്യത്തിനെതിരായ ഒരു ശബ്ദവും വെച്ചു ഉറപ്പിക്കില്ല. ഇന്ത്യ എന്നാണ് ആ പാഠം പഠിക്കുക. അവസാനമായി തമിഴ്നാട്ടിൽ ഭരണത്തിലേറിയ വിജയിയുടെ ഭാര്യ പോലും അല്ലാത്ത ഒരു സ്ത്രീയെക്കുറിച്ച് മോശം വാചകം മുൻ ഉപമുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി പറഞ്ഞപ്പോൾ തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിയമം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. അതേസമയം 140 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയെ അതിക്രൂര മോശം ഭാഷ ഉപയോഗിച്ചപ്പോൾ ക്ഷമിച്ചു എന്ന് പറയുന്നു. പ്രിയപ്പെട്ട മോദിജി, അടിച്ചൊതുക്കേണ്ടതിനെ അടിച്ചൊതുക്കുക തന്നെ വേണം. ഇവിടെ ഇങ്ങ് അൽ കേരളത്തിൽ ഒരു ജാൻമണിയനും കുറെ ജിഹാദി കൃമികീടങ്ങളും പ്രധാനമന്ത്രിയെ അതിക്രൂര മോശം ഭാഷ ഉപയോഗിച്ചപ്പോൾ ഭാരതത്തിനെതിരെ സംസാരിച്ചപ്പോൾ മിണ്ടാതിരുന്ന രമേശൻ സാറിന്റെ പോലീസ് രായ്ക്ക് രാമാനം അത് തെറ്റെന്ന് പറഞ്ഞ് TJ പിടിക്കാൻ ഓടിയതും ക്ഷേത്രത്തിൽ ഇനി GST കൂടി കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, ശംഭോ മഹാദേവ.